ഞാൻ ആ വീഡിയോയുടെ റിസർച്ച് ചെയ്ത സമയത്ത് പോലും ഇത്രയേറെ അനുഭവങ്ങൾ ഇത്രയേറെ ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. എന്നോട് പറയുന്ന ആൾക്കാരെല്ലാം പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, അതായത് ഈ കാങ്കൻ വാട്ടർ പ്യൂരിഫയർ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്യൂരിഫയർ മാത്രമല്ല ഇവർക്കുള്ളത്. ഈ ആടുകൾക്കതെല്ലാം പൊതുവേ പറയുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വോട്ട് ഡു യു തിങ്ക് അബൌട്ട് ആൻ എക്സ്ട്രാ ഇൻകം വെച്ച് കാണിച്ച് ആർത്തി മൂത്തിട്ടാണ് സത്യം പറഞ്ഞ ആൾക്കാരത് വീഴുന്നത്. അതുകൊണ്ടാണ് അവരിപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നത് ഒരു കേസിന് പോയാലും നിങ്ങൾക്ക് ഇവരോട് ജയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആണോ, നിങ്ങൾ സീരിയസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ? കഴിഞ്ഞ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് അന്നേരം ഇവർ റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചിറക്കി. ഡു യു റിയലി നീഡ് ഇറ്റ്? നിങ്ങൾക്ക് ഈ പൈസയുടെ ആവശ്യമുണ്ടോ? എനിക്ക് ആകെ വേണ്ടത് ഇത് ആൾക്കാരെ ഒന്ന് അറിയിക്കുക എന്നുള്ളത് മാത്രം. ഇതാണ് ഈ പറയുന്ന സ്കീം. ഹലോ ഫ്രണ്ട്സ്, ഇച്ചിക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഡിജിറ്റൽ ബിസിനസ് സ്കാമിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഒത്തിരിയേറെ ചർച്ചയ്ക്ക് കാരണമാകുകയും ഒത്തിരിയേറെ ആൾക്കാരെ കോൺടാക്ട് ചെയ്യും, അവരുടെ അനുഭവങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോയുടെ റിസർച്ച് ചെയ്ത സമയത്ത് പോലും ഇത്രയേറെ അനുഭവങ്ങൾ ഇത്രയേറെ ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. അത്രമാത്രം വെറൈറ്റി ആയിട്ടുള്ള കേസുകൾ കേട്ടുകൊണ്ടിരുന്നത്. അത് ഒരു രാജ്യത്തല്ല, ന്യൂസിലൻഡ്, കാനഡ, ഓസ്ട്രേലിയ, യു ജസ്റ്റ് നെയിം ഇറ്റ്. ആൾക്കാരെല്ലാവരും പറഞ്ഞ് ഇതെല്ലാം USA ബേസ് എന്ന് പറയുന്ന സംഭവം തന്നെയാണ്. ഞാൻ ഒരു പ്രത്യേക ആളെക്കുറിച്ച്, ഒരു കപ്പിളിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ കാര്യം ആൾക്കാർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് മനസ്സിലാകാത്തൊരു പോയിന്റ്, എന്നോട് പറയുന്ന ആൾക്കാരെല്ലാം പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, അതായത് ഈ കാങ്കൻ വാട്ടർ പ്യൂരിഫയർ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്യൂരിഫയർ മാത്രമല്ല ഇവർക്കുള്ളത്, വേറെ പ്രൊഡക്റ്റുകൾ ഇവർക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് അറിയത്തില്ല, എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ചില ആൾക്കാർ ഇത് തെറ്റിദ്ധരിക്കുന്നുണ്ട് ക്യൂനെറ്റിൻ്റെ ഗ്രൂപ്പിൻ്റെ ക്യാൻവാസിങ്ങുമായിട്ട്. ക്യൂനെറ്റ് എന്ന് പറയുന്ന ഒരു പിരമിഡ് സ്കീം തന്നെയാണ്. ഈ പിരമിഡ് സ്കീം അല്ലെന്ന് നിങ്ങളോട് മെയിൻ ആർഗ്യൂ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്നറിയോ? ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടത്രേ. അത് പണ്ടത്തെ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ചേർത്തിട്ട് അടുത്തയാളെ ചേർക്കുക, അടുത്തയാളെ ചേർക്കുക, അപ്പോൾ പൈസ ഇരട്ടിക്കുന്നു, പൈസ കൂടുന്നു, കമ്മീഷൻ കൂടുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ പിരമിഡ് സ്കീമിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ. പക്ഷേ ഇപ്പം ഞാൻ കാണുന്ന എല്ലാ വീഡിയോകൾക്കകത്തും ഞാൻ കാണുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരല്ല, മറ്റുള്ള രാജ്യക്കാർ എടുത്തെടുത്ത് പറഞ്ഞത് ദിസ് ഈസ് നോട്ട് എ പിരമിഡ് സ്കീം. ഡു യു നോ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ പിരമിഡ് സ്കീം ആൻഡ് ദിസ് വൺ എന്നും പറഞ്ഞൊരു സംഭവം പറയുന്നുണ്ട്. ദയവ് ഇത് മനസ്സിലാക്കുക, ഇതെല്ലാം ബേസിക്കലി പിരമിഡ് സ്കീം തന്നെയാണ്. നിങ്ങൾക്ക് 50 രൂപ കിലോയ്ക്ക് വിലയുള്ള അരി 500 രൂപയ്ക്ക് ഒരാൾ വിൽക്കുന്നുണ്ട്, നിങ്ങളത് വാങ്ങിക്കാൻ റെഡിയാണ്. അതുകൊണ്ട് അത് ശരിയാകുന്നില്ല. ആ പറഞ്ഞ സംഭവം പിരമിഡ് സ്കീം ഇല്ലാതാകുന്നില്ല. നിങ്ങളോട് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് 50 രൂപയുടെ അരി നിങ്ങളുടെ അടുത്തുള്ള കടയിൽ നിന്ന് പോയി വാങ്ങിക്കാം, നോ പ്രോബ്ലം. 500 രൂപയ്ക്ക് അതേ സാധനം ലുലുമോളിൽ നിന്ന് വാങ്ങിക്കാം, നോ പ്രോബ്ലം. പക്ഷേ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ രണ്ടുപേരെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കമ്മീഷൻ ബില്ലെന്ന് പറയുമ്പോൾ അത് പിരമിഡ് സ്കീമാണ്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ആൾക്കാർക്ക് ഈ മറ്റുള്ള ഒരുത്തരം നന്നായിട്ട് വർത്തമാനം പറയാൻ അറിയാം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അവൻ്റെ വർത്തമാനം പറഞ്ഞ ആ വാക്ചാതുരി മയങ്ങിപ്പോരുത്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയ വീഡിയോ ആൾക്കാർ പറയുന്നു ഒരു 10-40 മിനിറ്റ് ഉള്ളത് കൊണ്ട് ഭയങ്കര വെൽ എക്സ്പ്ലെയിൻഡ് ആയിപ്പോയി. 40 മിനിറ്റിൻ്റെ എക്സ്പ്ലനേഷനിൽ പോലും ഞാൻ മൊത്തം കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. പക്ഷേ അങ്ങനെ ഒട്ടും സമയമില്ലാതെ എന്നതാണ് ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടി കൗതുകത്തിന് മാത്രം, ലേശം കൗതുകം കൂടുതലുള്ള ആൾക്കാരുണ്ടല്ലോ, അതിനുവേണ്ടി മാത്രം വരുന്നവർക്ക് വേണ്ടി ഒരു ഷോർട്ട് വീഡിയോ ഇറക്കുവാണ് എന്താണ് ഈ സ്കീം എന്ന് പറയാൻ വേണ്ടി. നിങ്ങളെ ഇങ്ങനെ ഓടിവായോ, ഞാൻ ഇന്ന ജോലിക്കായിരുന്നു, ഞാൻ അക്കൗണ്ടൻ്റ് ആയിരുന്നു, ഞാൻ നേഴ്സായിരുന്നു, ഞാൻ ഡോക്ടറായിരുന്നു, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ അധ്വാനിച്ചു, എനിക്ക് പിള്ളേരെ കൊടുത്തിരിക്കാൻ സമയം കിട്ടത്തില്ല, 12 മണിക്കൂർ ഷിഫ്റ്റ്, എനിക്ക് ജീവിതത്തിൽ ഒരിടത്തും സമയമില്ല, ആരുടെയും കൊടുത്ത് എൻജോയ് ചെയ്യാൻ സമയമില്ല, സോ ഐ ഡോണ്ട് ഹാവ് എ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ, അതായത് അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് നിങ്ങളുടെ അടുത്ത് ഈ അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. ഈ ആടുകൾക്കതെല്ലാം പൊതുവേ പറയുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വോട്ട് ഡു യു തിങ്ക് അബൌട്ട് ആൻ എക്സ്ട്രാ ഇൻകം, എ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാണ് ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ സെറ്റിൽ ആകണമെന്നോ, അല്ലെങ്കിൽ ഈ നശിച്ച മുരടിച്ച മുഷിഞ്ഞ ജോലിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് പിള്ളേരുടെ കൂടി ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഞങ്ങളുടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യൂ, ഞങ്ങളുടെ ഡിജിറ്റൽ ബിസിനസ്സിൽ ജോയിൻ ചെയ്യൂ. ഇതാണ് സാധാരണപ്പെട്ട എല്ലാവരും പറയുന്ന പൊതുവായിട്ടുള്ള ട്രെൻഡ്. പൊതുവായിട്ടുള്ള ഈ ഇവർ കാണിക്കുന്ന പോസ്റ്റേഴ്സും ഈ പ്രീ പ്രിപ്പയർഡാണ്. എല്ലാവർക്കും ആ ഫോട്ടോ മാത്രം മാറ്റിയിട്ട് ആ ഫോട്ടോ മാത്രം, ബാക്കി എല്ലാ സാധനം സെയിമാണ്. ഞാനിത് എത്ര ഓർഗനൈസ്ഡ് ആയിട്ടൊരു ഒരു വലിയ നെറ്റ്വർക്കാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇങ്ങനെ നിങ്ങളെ റെഗുലറായിട്ട് കോൺടാക്ട് ചെയ്യും. ഇത് ഒരു ദിവസമല്ല, പല ദിവസങ്ങളിൽ നിങ്ങളിങ്ങനെ ഈ മെസ്സേജുകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതായത് നിങ്ങൾ ഇത്രയും നാളും നിങ്ങളുടെ അടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത കൂട്ടുകാരിയായിരുന്ന ഒരാൾ, ആ ആൾ സോഷ്യൽ മീഡിയയ്ക്ക് ആക്റ്റീവ് ആയിരുന്നോ അല്ലയോ, പക്ഷേ ആ ആൾ ഒരു ദിവസം രാവിലെ മുതൽ ഞാൻ സക്സസ് ആയി കേട്ടോ, ഞാൻ ഡിജിറ്റൽ ബിസിനസ് അങ്ങനെ ചെയ്തു കേട്ടോ, ഞാൻ ഇങ്ങനെ കാണിച്ചു കേട്ടോ എന്ന് റെഗുലർ ഫോട്ടോസും മെസ്സേജസും അല്ലെങ്കിൽ വീഡിയോസും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഷീ ഈസ് നോട്ട് ഗോയിങ് ടു കോൺടാക്ട് യു. നിങ്ങൾ ആ ആളെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നേ ഇല്ല. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ചതി കിടക്കുന്നത്. ഇവർ ക്യാൻവാസ് ചെയ്യത്തേ ഇല്ല, പകരം ഇവർ ഡിജിറ്റൽ ബിസിനസ് പറഞ്ഞാൽ ആ ഒരൊറ്റ പോയിന്റിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങൾ ഒരു ഡിജിറ്റൽ ബിസിനസ് നടത്തണോ, എന്നതാണ് ബിസിനസ് എന്നോ, എന്താണ് പ്രൊഡക്റ്റ് എന്നോ, എന്താണ് സെല്ല് ചെയ്യുന്നോ ഇവർ പറയത്തേ ഇല്ല. ഇതെല്ലാ ദിവസവും കണ്ടോ, എനിക്ക് വന്ന 2-3 ചെക്കുകൾ കണ്ടോ, എനിക്ക് വന്ന പൈസ കണ്ടോ, ഇത് കാണിച്ച് ആർത്തി മൂത്തിട്ടാണ് സത്യം പറഞ്ഞ ആൾക്കാരത് വീഴുന്നത്. അതെന്നതാണ് അവിടെ നടക്കുന്നത്? ആ അടുപ്പ് മൂട്ടിൽ എന്തോ കൊടുക്കുന്നുണ്ടല്ലോ, ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരിക്കൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ പൊട്ടൻഷ്യൽ ക്ലയൻറ്റായി. ഇതാണ് ബേസിക്കലി എല്ലാവർക്കും പറ്റുന്നത്. ഇതുവരെയും നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങളെ അവർ ചതിപ്പെടുത്തിയിട്ട് പറ്റുമോ? നിങ്ങളെ അവർ വിളിച്ചിട്ടൊന്നുമില്ല. ദയവ് ഇത് മനസ്സിലാക്കുക.
അതുകൊണ്ടാണ് അവരിപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നത്, ഒരു കേസിന് പോയാലും നിങ്ങൾക്ക് ഇവരോട് ജയിക്കാൻ പറ്റത്തില്ല. അവർ നിങ്ങളെ ക്യാൻവാസ് ചെയ്യുകയോ നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയോ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സംഭവം ഓഫർ ചെയ്യുകയോ നിങ്ങളുടെ പുറകെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വിൽക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഇൻട്രസ്റ്റ് എടുത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇവരിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് പറ്റുന്നതല്ല. നിങ്ങൾ നാളെ ഒരു സമയത്ത് ലീഗലി ഇവർക്കെതിരെ മൂവ് ചെയ്യാൻ ശ്രമിച്ചേ, അത് എനിക്ക് ലീഗലി കിട്ടിയൊരു അഡ്വൈസ് ഇതാണ്, നിങ്ങൾക്ക് ലീഗലി ഇതുകൊണ്ട് പോയിട്ട് ഒരു രജിസ്റ്റേർഡ് ആയിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ് ഓണർ അടുത്ത് നിങ്ങളുടെ ബിസിനസ് തെറ്റാണെന്ന് ആർഗ്യ ചെയ്യാൻ പറ്റത്തില്ല. അവരൊരു ഹാമും ചെയ്യാത്തടത്തോളം അവരടുത്ത് അവർ വാങ്ങിച്ച പൈസയ്ക്ക് പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ട്. പിന്നെ ആ പ്രൊഡക്റ്റിന് വേണേൽ അത്രയും വിലയില്ലെന്നൊക്കെ നിങ്ങൾക്ക് ബാധിക്കാം. അതൊക്കെ അവിടുത്തെ കേസുകെട്ടല്ല, അത് ലീഗലി നിങ്ങൾക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. അവരുടെ ലയബിലിറ്റി കഴിഞ്ഞു. അവർ നിങ്ങൾ കൊടുത്ത പൈസ, അത് 2000 ആയിക്കോട്ടെ, 5000 ആയിക്കോട്ടെ, 10000 ആയിക്കോട്ടെ, അതിനൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞെങ്കിൽ അവരുമായിട്ടുള്ള ലയബിലിറ്റി നിങ്ങൾക്ക് കഴിഞ്ഞു. ബാക്കി ഇനി പ്രൊഡക്റ്റ് ഈ സംഭവം ബിസിനസ്സായിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് ഡിജിറ്റൽ ബിസിനസ് കോച്ച് എന്നുള്ള വാചകമൊക്കെ ഉണ്ടല്ലോ, ബേസിക്കലി എൻ്റെ സംഭവം അറിയോ, നിങ്ങളോട് പറയുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വിറ്റിട്ട് കാശ് ഉണ്ടാക്കാൻ കേട്ടോ, വേണം നിങ്ങൾ വിറ്റു. നിങ്ങളുടെ ലുലുമാളിൽ പോയിട്ടൊരു സാധനം, അല്ലെങ്കിൽ നിങ്ങളുടെ ടെസ്കോയിൽ പോയിട്ടൊരു സാധനം വാങ്ങിക്കുന്നു. സാധനം വാങ്ങിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് പറയുകയാണ്, ആ സാധനം കൊള്ളാമല്ലോ, ഞാനെന്നാൽ ഇത് എല്ലാവർക്കും വിൽക്കാം, അപ്പോൾ എനിക്ക് ടെസ്കോ കമ്മീഷൻ തരട്ടെ, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉടക്കിയ കമ്പനി എനിക്ക് കമ്മീഷൻ തരട്ടെ നിങ്ങൾ പറയുന്നു വെച്ചു. നിങ്ങൾ തന്നെ ആലോചിക്കുക, എന്തോ ഒരു വല്ലാഴികില്ല, ചേരാഴികില്ലാത്ത ആ ചേരാഴികയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സാധാരണ ചെയ്യേണ്ടി വരുന്ന ആവശ്യമല്ല. പക്ഷെ അത് ആരുടെ ചോയ്സാണ്? കമ്പനി നിങ്ങളോട് പറഞ്ഞോ സെല്ല് ചെയ്യാൻ? ഇല്ല, നിങ്ങൾ ചൂസ് ചെയ്യുവാണ്. ഞങ്ങൾ ഡിജിറ്റൽ ബിസിനസ് കോച്ച് എന്ന് പറഞ്ഞാൽ പുതിയ വാചകങ്ങളും ടേംസും പദവിയൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ തോന്നുവാണ് എന്തോ വലിയ സംഭവം നടക്കുന്നു, സ്വന്തമായിട്ടൊരു വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തൊക്കെയോ സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ട് ആൾക്കാർ ഇതിൻ്റെ ഇൻട്രസ്റ്റഡ് ആവും. ഈ നിങ്ങളെ ഓർഗനൈസ് ചെയ്യുന്ന ഈ സൂം മീറ്റിംഗ് ടീം, ഈ പ്രോസസ്സ് മൊത്തം ആദ്യം ഒറ്റയടിക്ക് പറഞ്ഞോട്ടെ. നിങ്ങളെ ഇങ്ങനൊരു ആഡ് കണ്ട് നിങ്ങളൊരാളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ആ ആൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ആ ആൾ അവരുടെ ടീമുമായിട്ട് നിങ്ങളെ മുട്ടിച്ചു തരികയോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കുകയോ ചെയ്യും. ശേഷം ഒരു 149 രൂപ മുതൽ 150 രൂപ വരെ മുടക്കുന്ന 150 പൗണ്ടാണ്, അത് വരെ മുടക്കിയിട്ട് നിങ്ങളൊരു, അതായത് നോ പെയിൻ നോ ഗെയിൻ എന്നുള്ള ആ വാചകം എടുത്ത് പറയുവാണ്. അതുകൊണ്ട് 5 പൈസ മുടക്കാതെ നിങ്ങളുടെ സാധനത്തിൽ ചേർന്നാൽ നിങ്ങൾക്ക് ഇതിന് വിഷമമൊന്നും തോന്നത്തില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി. അതിലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഇല്ല എന്നുള്ളൊരു ടെസ്റ്റ് ഡോസാണ് ഈ 150 പൗണ്ട്. അല്ലാതെ ആ 150 പൗണ്ട് കൊണ്ടൊരു തേങ്ങ ആരും ഉണ്ടാക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് തിരിച്ചും കിട്ടും വേണമെങ്കിൽ. ഈ 150 കൊണ്ട് മുടക്കി കഴിഞ്ഞാൽ നിങ്ങളെ ഒരു സൂം മീറ്റിങ്ങിന് കൊണ്ടിരുത്തുന്നു. ആ ഒരു വെബിനാറാണ്. അതിനകത്ത് ഇന്നുകൊണ്ട് നിങ്ങൾ കുറേയേറെ കാര്യങ്ങൾ വർത്താനം പറഞ്ഞ് ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയ്ക്കകത്ത് നിങ്ങൾ പ്രൊഡക്റ്റ് എന്താണെന്ന് കേൾക്കത്തേയില്ല. ആ 150 പൗണ്ടിൻ്റെ കാലം കഴിഞ്ഞ് അടുത്ത വസ്തുവിനകത്താണ് ചോദിക്കുന്നത്, നിങ്ങൾ ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആണോ, നിങ്ങൾ സീരിയസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അപ്പോഴാണ് അതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 5 പൈസ മുടക്കണ്ട, പാസീവ് ഇൻകം വെറുതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒന്നും വാങ്ങിക്കുകയും വേണ്ട, ഒന്നും മുടക്കുകയും വേണ്ടത് അതുവരെ നിങ്ങളോട് ഇവർ പറയും. ആ 150 പൗണ്ടിന് മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും 150 പൗണ്ട് അത്ര ചെറിയ തുകയല്ല, ഇവൻ ഇത് മുടക്കി ഇതിനകത്ത് വന്നെങ്കിൽ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്. ആണല്ലോ, നിങ്ങൾക്ക് ഇത് തന്നെയല്ലേ മനസ്സിലായി, എല്ലാവർക്കും അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ അടുത്ത ഓഫർ തരും. ഇനി ഇതിനകത്ത് വാങ്ങിക്കേണ്ട പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്, ഇവിടെയാണ് ഞാൻ പറയുന്ന കാര്യം ഡിഫർ ആകുന്നത്. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞു കാങ്കൻ വാട്ടർ എന്ന് പറഞ്ഞ എനാജിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ കാങ്കൻ വാട്ടർ, അതായത് pH അയഡൈസ് ചെയ്തിരിക്കുന്ന ഒരു വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. നിങ്ങൾ ബേസിക്കലി ചെയ്യുന്നത് കൈ കഴുകാനൊരു വെള്ളം, കാല് കഴുകാനൊരു വെള്ളം, മുഖം കഴുകാനൊരു വെള്ളം, കുടിക്കാനൊരു വെള്ളം, ഇതെല്ലാം ഓരോരോ pH ആയിരിക്കണം അത്രയും. ഇത് കാലങ്ങളായിട്ട് ഓടിക്കൊണ്ടിരുന്നത് ഒരു ജാപ്പനീസ് കമ്പനിയാണ് എന്നിവർ പറയുന്നു. കാങ്കൻ വാട്ടർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ജാപ്പനീസ് ആണ്. അല്ല, ഇതൊരു മലേഷ്യൻ ബേസ്ഡ് കമ്പനിയാണ്. അവർ കുറേ കാലം ഈ കച്ചവടം ഇങ്ങനെ ഡയറക്റ്റ് സെല്ലിങ്, ഒരു കടയിലും വിൽക്കാതെ ഡയറക്റ്റ് സെല്ലിംഗ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് വിറ്റുകൊണ്ടിരുന്നത്. അവർക്ക് കുറേ പ്രൊഡക്റ്റുകളുണ്ട് ഇങ്ങനത്തെ ഈ കാങ്കൻ വാട്ടറിൻ്റെ വാട്ടർ പ്യൂരിഫയറുകളുടെ കുറേ പ്രൊഡക്റ്റുകളുണ്ട്. അത് അവർക്ക് വേണ്ടത് അവർക്ക് ആൾക്കാരിലേക്ക് വിൽക്കണമല്ലോ. അത് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് വഴി വിൽക്കുന്നു. MLM അല്ല, ഇപ്പോഴും ഞാൻ മണി ചെയിൻ എന്നല്ല പറഞ്ഞത്, ഡയറക്റ്റ് സെല്ലിംഗ് എന്നാണ് പറയുന്നത്. അങ്ങനെ വിൽക്കുന്നു. അത് വിൽക്കാനായിട്ട് ആൾക്കാർ അതിന് പുറകെ ഇറങ്ങുമില്ല എന്നുള്ളത് ആൾക്കാരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇവരുടെ സ്കീമിനകത്ത് ഡിഫറൻസ് ഉണ്ട്. ഈ കാങ്കൻ വാട്ടർ എന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റ് മാത്രമല്ല എന്നാണ് ഇപ്പോൾ എനിക്ക് ആൾക്കാരിനോട് കോൺടാക്ട് ചെയ്തിട്ട് പറയുന്നത്. അവർക്ക് അത് മാത്രമല്ല ഉള്ള വേറെ പ്രൊഡക്റ്റുകൾ ഇവർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതെനിക്കറിയത്തില്ല. ഞാൻ കോൺടാക്ട് ചെയ്ത വർത്താനം പറഞ്ഞ ആൾക്കാരെല്ലാം വാങ്ങിച്ചതും അവർക്ക് കിട്ടിയതുമായിട്ടുള്ള പ്രൊഡക്റ്റ് ഈ പറഞ്ഞ വാട്ടർ പ്യൂരിഫയർ ആണ്. ഇത് വാങ്ങിച്ച് നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെക്കുന്നു. നിങ്ങൾ അതിന് മുടക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ അതായത് 2000 രൂപ മുതൽ 2500 രൂപ മുതൽ 2500 to 3000 രൂപ മുതൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യും. അല്ല, 2500 to 3500 രൂപ കണ്ട് ഇതിന് പ്രൈസ് റേഞ്ച് ഉള്ളത്. ഈ സൈറ്റുകളിലെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വില, പബ്ലിക്കായിട്ട് അവരുടെ സൈറ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന വില. പക്ഷേ ഇവർ നിങ്ങളോട് വാങ്ങിക്കുന്ന എപ്പോഴും 3500 to 5000 6000 രൂപ ഇവർ വാങ്ങിക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങളാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇത് വിൽക്കുന്നു, ആര് വഴി ഇത് വരുന്നു, എന്താണ് ഇതിൻ്റെ സെല്ലിംഗ് പോയിന്റ് എന്താണ്. അതായത് ഇത് ഹൈ ടിക്കറ്റ് പ്രൈസ് എന്നാണ് വിളിക്കുന്നത്. ഈ MLM സ്കീമുകൾക്കകത്ത് ഇത്തരം സാധനങ്ങളെ വിളിക്കുന്നത് ഹൈ ടിക്കറ്റ് പ്രൈസ്. അതായത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇറങ്ങുന്ന ഭൂരിഭാഗം പേരും വിൽക്കാൻ ശ്രമിക്കുന്ന അതാണ്. കാരണം അത്രയും കമ്മീഷനാണ് ഇതിന്. നിങ്ങൾ സാധനത്തിൻ്റെ വില 2500 രൂപയേ ഉള്ളൂ. പക്ഷേ അതിന് നിങ്ങൾ ചാർജ് ചെയ്യുന്നത്, അതായത് ഓരോ സെല്ലർക്കും ചാർജ് ചെയ്യാൻ പറ്റുന്ന 6000 രൂപ ചാർജ് ചെയ്യാം. അതിൻ്റെ തന്നെ നോർമൽ വിലയുടെ തന്നെ 20% വരെ 20 to 30% വരെ കമ്മീഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എത്ര കൂട്ടി പറയുന്നോ അത്രയും പൈസ നിങ്ങൾക്ക് വീണ്ടും ഇതിനകത്ത് വാങ്ങിക്കാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ലെവലുള്ള ആൾക്കാരായി എനിക്ക് കോൺടാക്റ്റ് ഇല്ല.
കൂട്ടുകാരുണ്ട്, പക്ഷേ ഇവരാരും ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഒരാൾ ഒരു വീഡിയോ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരാൾ പോലും മിണ്ടത്തില്ല, ആരും ഒന്നും വർത്താനം പറയുന്നില്ല. സോ ഐ ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി ദർ പ്ലാൻ ഈസ്. കഴിഞ്ഞ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് അന്നേരം ഇവർ റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചിറക്കി. അപ്പം ഇവർ വിചാരിക്കുന്നത് ഞാനിത് പോസ്റ്റ് ചെയ്തിരുന്നതാണ്. ഞാൻ ആ സംഭവം വിടുന്നില്ല, കാരണം ഇത് ഇത്തരം കൂടുതൽ ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യുക, അനുഭവങ്ങൾ പറയാൻ തയ്യാറായിരിക്കുകയും ചെയ്യുന്നു. അപ്പം ഞാൻ കഴിവതും ശ്രമിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ കൊണ്ടുവരാനാണ്. നമ്മുടെ ചുറ്റും ഇഷ്ടംപോലെ ആൾക്കാരെ പറ്റിക്കപ്പെടുന്നുണ്ട്. എനിവേ, ഈ സ്കീം എന്ന് പറഞ്ഞോട്ടെ, ഇങ്ങനെ ഈ പറഞ്ഞ വാട്ടർ പ്യൂരിഫയർ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരുന്നു, നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് സംഭവം എത്തിക്കുന്നു. ഇത് ആ കമ്പനി ഡയറക്റ്റ് എത്തിക്കുകയോ ചെയ്യുന്നത്, അല്ലാതെ സെല്ലർ വീട്ടിൽ നിന്ന് കൊണ്ടുതരുന്ന സാധനമല്ല. ഇങ്ങനെ എത്തിക്കുന്ന വാട്ടർ പ്യൂരിഫയർ വെച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തും അടുത്ത ലെവലിൽ ഈ പറഞ്ഞ ആൾക്ക്, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന വാട്ടർ നിങ്ങൾക്ക് കുടിക്കുകയോ ഉപയോഗിക്കുകയോ എന്താ ചെയ്യാം, ഒന്നും ചെയ്യാത്തവരുമുണ്ട്. ഇത് പിടിപ്പിക്കുകയും ചെയ്യാതെ ഉപയോഗിക്കുകയും ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് കാരണം അവർ പറയുന്നത് ഈ സാധനത്തിൻ്റെ പ്യൂരിഫയർ ഫിൽറ്ററുണ്ട്. സാധാരണ എല്ലാ വാട്ടർ ഫിൽറ്ററുകളെയും പോലെ തന്നെ, പക്ഷേ ഈ പ്യൂരിഫയർ ഫിൽറ്ററിന് ഭയങ്കര വിലയാണ്. അതായത് കുറച്ച് മാസത്തേനും കണ്ടേ ഇത് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഒരു സാധനം, ഒരു ഫിൽറ്റർ മാറേണ്ട 10-25 പൗണ്ട് വീണ്ടും കൊടുക്കണം അത്രേ ഓരോ ഫിൽറ്ററിനും. അത് മുതലാകുന്നൊരു പരിപാടിയല്ല. ഇതിനകത്ത് പറ്റിയിട്ട് വരുന്നത്, ഇവർ എപ്പോഴും ഓഫർ ചെയ്യുന്ന ബിസിനസ് ഇങ്ങനെയാണ്. നിങ്ങൾ ഈ പരിപാടിക്കകത്ത് ഇറങ്ങി, ഓക്കെ, നിങ്ങൾക്ക് ഈ സംഭവത്തിൽ ലാഭം വേണമെന്നുണ്ടോ, നിങ്ങൾക്ക് ഒരു ബിസിനസ്സായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ, കോൺടാക്റ്റിലുള്ള ആൾക്കാരെ, മറ്റുള്ള ആൾക്കാരെ നിങ്ങൾ അവരുടെ ഹെൽത്തിന് വേണ്ടി ഇത് ചെയ്യുന്നത്. pH കറക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വാട്ടർ വെച്ച് നിങ്ങൾ അവരുടെ ഹെൽത്ത് ബെറ്റർ ആക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആസ് എ നേഴ്സ്, ആസ് എ ഡോക്ടർ, നിങ്ങൾക്ക് അറിയുന്നൊരു പ്രൊഫഷൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ നിങ്ങളെ കൺവിൻസ് ചെയ്യുന്നത് ആസ് എ നേഴ്സ്, ആസ് എ ഡോക്ടർ, നിങ്ങൾക്കിത് മറ്റുള്ളവരോട് പറയാം, ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി, നിങ്ങൾ ആരുടെയും പുറകെ നടക്കുന്നില്ല. പക്ഷേ നിങ്ങൾ വളരെ വെൽ പ്രസൻറ്റഡ് ആയിട്ട്, ഒരുങ്ങി വൃത്തിയായിട്ട് എല്ലാ ആഴ്ചയും ഇത്ര വീഡിയോകൾ ഇടണം, ഇത്ര പോസ്റ്റുകൾ ഇടണം. അപ്പോൾ നിങ്ങളുടെ ഒരു മീഡിയ പ്രസൻസ് കൂടി വരും. നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ക്ലിക്ക് ചെയ്ത് തന്നെത്താൻ വന്നോളും. എങ്ങനെയുണ്ട്, മണി ചെയിൻ എന്ന് പറയാൻ പറ്റുമോ, MLM എന്ന് പറയാൻ പറ്റുമോ, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സംഭവത്തിൽ എങ്ങനെ പെട്ടോ ആ പ്രോസസ്സ് മുഴുവൻ വീണ്ടും ആവർത്തിക്കും. 150 രൂപ വർത്താനം, 150 രൂപ വെബിനാർ കഴിഞ്ഞ് അടുത്ത സെല്ലിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. പ്രൊഡക്റ്റ് നിങ്ങൾ ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ ലാഭം വേണോ വേണ്ടയോ, അത് നിങ്ങൾ ഏതായാലും ഇത്രയും പൈസ മുടക്കി, ഇനി നിങ്ങൾക്ക് അതിനകത്ത് ഓൾമോസ്റ്റ് ലൈക്ക് 22,000 pounds നിങ്ങൾക്ക് വേണം തിരിച്ച് കിട്ടും. വേണമെങ്കിൽ മതി, നിങ്ങൾക്ക് വേണ്ട എന്നുള്ള വാചകത്തിൽ നിർത്തുന്ന ഒരാളാണെന്ന് വെച്ചു. അതായത് എനിക്കിത് മതി, എനിക്ക് കിട്ടാനുള്ള പ്രൊഡക്റ്റ് കിട്ടി, അത് ഞാനൊരു വാട്ടർ പ്യൂരിഫയർ വാങ്ങിക്കാനാണ് കണ്ട പാട് മുഴുവൻ പെട്ടത്. ഡിജിറ്റൽ ബിസിനസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ വന്നത്, എനിക്ക് വാട്ടർ പ്യൂരിഫയർ കിട്ടി, ഇനി എനിക്കൊന്നും വേണ്ട എന്നൊരാൾ തീരുമാനിച്ചെന്ന് വെച്ചു. ഹിസ് ബിസിനസ് എൻഡ്സ് ദെയർ. അതിനി ലെഗൊന്നും ഓപ്പണിംഗ് ഇല്ല, അങ്ങോട്ടൊരു ലെഗും ഇങ്ങോട്ടൊരു ലെഗും ഒന്നും ഇല്ല. അവന് കിട്ടിയ പ്രൊഡക്റ്റ് കിട്ടി. അപ്പോൾ അവൻ ഇനിയും പോയി എന്നെ കോടതി കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുമോ? എന്നെ വാട്ടർ പ്യൂരിഫയർ 5,000 രൂപയ്ക്ക് 6,000 രൂപയ്ക്ക് തന്ന് പറ്റിക്കുന്നു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവൻ പറ്റിക്കപ്പെട്ടു, പക്ഷെ അതവന് മനസ്സിലായി പറ്റിക്കപ്പെട്ടു എന്നുള്ളത്. ഇനി ഇവിടെ തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചാൽ ഇത് കമ്പനി എടുക്കത്തൊന്നുമില്ല. കമ്പനി എടുക്കണമെങ്കിൽ അതിന് 100 കൂട്ടം വേറെ നൂലാമാലകളുണ്ട്. കമ്പനി ഒരു പ്രൈസ് പറഞ്ഞിട്ടുണ്ട്, ആ പ്രൈസേ കമ്പനി തരും. സെക്കൻഡ് കൊടുക്കാനായിട്ട് ഇത് ആർക്ക് ഏത് തേങ്ങയ്ക്ക് മനസ്സിലായിട്ടുണ്ട്? നിങ്ങൾ ഇത്രയും നാൾ ഇവിടെ ജീവിച്ചു, കാങ്കൻ വാട്ടർ എന്ന സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷേ നിങ്ങളെ ഒരാൾ ഇത് കേൾപ്പിക്കുകയാണെങ്കിലോ, കാങ്കൻ വാട്ടർ കഴിക്കുമ്പോൾ നിങ്ങളുടെ ഡയബറ്റീസ് മാറുന്നു, നിങ്ങളുടെ BP ശരിയാകുന്നു, നിങ്ങളുടെ ഫാറ്റി ലിവർ ക്ലിയർ ചെയ്യപ്പെടുന്നു എന്നൊരാൾ നിങ്ങളെ കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആവും, ഇല്ലേ? അതിനല്ലേ ആംബേ മുതലുള്ള എല്ലാ പ്രൊഡക്റ്റുകാരും ചെയ്തത്. ഇതുപോലത്തെ ഇഷ്ടംപോലെ സ്കാമുകൾ നമ്മുടെ ചുറ്റും എന്നും നടന്നിട്ടുണ്ട്. പക്ഷെ അതിൽ താല്പര്യപ്പെട്ട് തലപൊട്ടി വീഴുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. അൺഫോർച്ചുനേറ്റ് യു ആർ ജസ്റ്റ് സ്കാംഡ്. അതെനിക്ക് വേറൊന്നും പറയാനില്ല. അതാണ് എൻ്റെ ഉത്തരം, അത്രേ ഉള്ളൂ. ഇത് എന്തുവാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പെട്ടെന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ഈ സ്കീം. നിങ്ങൾ ഇൻട്രസ്റ്റഡ് എടുത്ത് നിങ്ങൾ അവരുടെ ആഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ പൊട്ടൻഷ്യൽ ക്ലയൻറ്റായി മാറുന്നു. അവർ നിങ്ങളുടെ പുറകെ നടന്ന് കൺവിൻസ് ചെയ്ത് എന്താണ് ഗുണഗണങ്ങളെന്ന് പറയും, ഒരിക്കലും പ്രൊഡക്റ്റ് പറയില്ല. 150 രൂപ മുടക്കി നിങ്ങളെ കൊണ്ടൊരു വെബിനാർ കൊണ്ട് ചേർക്കും. വെബിനാറിനകത്ത് ഘോരം ആൾക്കാരെ പ്രസംഗിക്കും. വാവ്, ഇവിടെ അനവധ്യമായിട്ടുള്ള സ്വർഗവും തേനും പാലും ഒഴുകുന്ന ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് പറയും. ഞങ്ങൾ BMW വാങ്ങിച്ചു, ഞങ്ങൾ വീട് വാങ്ങിച്ചു, ഞങ്ങൾ ജോലി നിർത്തിയിട്ട് ഇപ്പോൾ ഹോളിഡേ കറങ്ങി നടക്കുന്നു. ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയും. എല്ലാ മണി ചെയിനുകളുടെ സെയിം സ്റ്റൈൽ അവരുടെ ആഡിങ്ങിനാണ്. ഓട്ടോമാറ്റിക്കായിട്ടും 150 പൗണ്ട് ഇനി തിരിച്ചതാ എന്ന് നിങ്ങൾ ചോദിക്കുന്ന ലെവലിലുള്ള ആളാണെങ്കിൽ അവർക്ക് മനസ്സിലായി നിങ്ങൾ പൊട്ടൻഷ്യൽ ക്ലയൻ്റ് അല്ല. അപ്പോൾ നിങ്ങളെ അവർക്ക് വിട്ടുകളയാം. അതല്ല, 150 പൗണ്ട് നിങ്ങൾ തിരിച്ച് ചോദിക്കുന്നില്ല, വീണ്ടും നിങ്ങൾ എന്തോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് ചൊറിഞ്ഞിരിക്കുക. അതിനർത്ഥം എന്തുവാ? നിങ്ങൾ ആ ഹുക്കിൽ തൊട്ടു, ഒരു ചൂണ്ടക്കുളത്തിൽ നിങ്ങൾ തൊട്ടു, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടൻഷ്യൽ ക്ലയൻ്റാണ്. അവരവരുടെ ടീമിനെ ഫുള്ള് കൂട്ടി വീണ്ടും കുറേ മീറ്റിങ്ങുകൾക്കും കുറേ കഥകൾക്കൊക്കെ പറഞ്ഞ ശേഷം അവർ നിങ്ങളോട് ഇങ്ങനെ പ്രൊഡക്റ്റ് ലിസ്റ്റ് അനൗൺസ് ചെയ്യുകയും പ്രൊഡക്റ്റ് ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്യും. വീണ്ടും പറയുന്നു, എടുപ്പിക്കുന്നത് കയ്യിൽ, ഇത് ഈ സാധാരണ പെടുന്ന ക്ലയൻറ്റുകളെല്ലാം, ഇങ്ങനത്തെ ടീമുകളെല്ലാം പെടുന്നത് കയ്യിൽ ഇഷ്ടം പോലെ 5,000, 10,000, 20,000 രൂപ കയ്യിരിക്കുന്ന ആൾക്കാരല്ല പെട്ടിരിക്കുന്നത്. വിടുപണി കഴിഞ്ഞ ആൾക്കാർ, മറ്റേണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ, രോഗാവസ്ഥ ഇപ്പോൾ റിക്കവർ ചെയ്ത ആൾക്കാർ, ഭർത്താവിന് വയ്യ, കെട്ടിയോൾ മാത്രം നിൽക്കുന്നത് ഇങ്ങനത്തെ ടീമുകൾ. അതായത് ഒരു പൈസയ്ക്ക് ആവശ്യമുള്ളവൻ, അല്ലാതെ പൈസ ഇരട്ടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇടണോ മ്യൂച്വൽ ഫണ്ടിൽ പൈസ ഇടണമെന്ന് ചർച്ച ചെയ്യുന്നവൻ അതിനകത്ത് പെട്ടുകൊണ്ടിരിക്കുന്നത്. പൈസയ്ക്ക് ആവശ്യമുള്ളവന് ഇങ്ങനത്തെ ആൾക്കാർ വന്ന് പെടും.
അവരാണ് എപ്പോഴും ഇതുപോലത്തെ ആളുകൾ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുന്നത്. പാസീവ് ഇൻകം, ഞാൻ വർക്ക് ചെയ്യുന്നതിന് കൊടുത്തിരിക്കുന്ന എക്സ്ട്രാ ഇൻകം കിട്ടിയാലോ എന്ന് പറഞ്ഞുള്ള സംഭവം കൊണ്ട് വന്ന് വിടുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം പറ്റുന്ന അബദ്ധങ്ങളിലൊരെണ്ണമാണിത്. ഇത് കുറ്റമൊന്നുമല്ല. നിങ്ങളുടെ മനുഷ്യനെല്ലാവരും ഇങ്ങനെ എക്സ്ട്രാ ഇൻകം തപ്പുന്ന ആൾക്കാരാണ്, കുറ്റമൊന്നുമല്ല. പക്ഷേ ഞാൻ പറയുവാണ്, ഇങ്ങനത്തെ ആൾക്കാരാണ് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വർത്തമാനം പറഞ്ഞവരല്ല. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് അവരുടെ ഹയർ ടീമിലേക്ക് ഗൈഡ് ചെയ്യും. ഹയർ ടീം എന്ന് പറഞ്ഞാൽ ഇത് വിറ്റ് പരിചയമുള്ള ഫസ്റ്റ് മൈൽ സ്റ്റോൺ, സെക്കൻഡ് മൈൽ സ്റ്റോൺ, തേർഡ് മൈൽ സ്റ്റോൺ, ഇങ്ങനെയായിട്ട് കുറേ സംഭവമുണ്ട് കേട്ടോ. ഇത് കുറേ ലെവലുണ്ട് ഇതിന് വേണ്ടി. ആ ലെവലിനകത്തൊക്കെ ഇതിൻ്റെ കമ്മീഷൻ കൂടുതലുമാണ്. അപ്പോൾ എത്ര ആൾക്കാർ ഇതിൻ്റെ കീഴിൽ എത്ര ലെഗായിട്ട് നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നത്. ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം അതെങ്ങനെയാണ് പോകുന്നുള്ളത്, ലെവൽ എങ്ങനെയാണ് പോകുന്നുള്ളത്. ഇങ്ങനെ ഉള്ളൊരു സ്കീം വഴി നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷനാണ് പിന്നീട് നിങ്ങളുടെ വരുമാനം. ഇതാണ് എനിക്ക് ഈ സ്കീമിനെ കുറിച്ച് പറയാനുള്ളത്. വീണ്ടും പറയുന്നു, ഇതിലെല്ലാം മനസാക്ഷിയില്ലാതെ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് വിൽക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനോ ആൾക്കാരെ കൺവിൻസ് ചെയ്യാനോ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം പൈസ ഉണ്ടാക്കാം. ഇതിലൊന്നും പൈസ വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിലെല്ലാം പൈസ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഇതൊന്നും തിന്ന് വയറ്റി പിടിക്കുന്ന കാശല്ല, ദേഹത്ത് പിടിക്കാൻ പോകുന്ന സാധനമല്ല എന്ന് മാത്രം പറയുന്നു. എനിക്കിതിനകത്ത് ധാർമ്മികതയെക്കുറിച്ച് കൂടുതൽ ഇതൊന്നും പറഞ്ഞില്ല, ഞാൻ ചെയ്യില്ല, ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ പരിപാടിക്ക് എത്തിറങ്ങിയാൽ ഞാൻ ചെയ്യില്ല. കാരണം എനിക്കും നന്നായിട്ട് സംസാരിക്കാറുന്ന മനുഷ്യനാണ്. ഇതുപോലത്തെ പരിപാടിക്ക് ഇത്രയും കഴിഞ്ഞാൽ ഇതിന് ഇത്രയും ഉള്ളുകളിൽ കഴിച്ച് ഞാനങ്ങ് തീരുമാനിക്കാം, അവിടെ കൊള്ളാലോ പരിപാടി, ഇതിപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ബ്ലോഗും ഉണ്ട്, ഇങ്ങനത്തെ കുറേ ആൾക്കാരും ഉണ്ട്, എനിക്ക് ഇതുപോലത്തെ സംഭവത്തെ ഇറങ്ങി കഴിഞ്ഞാൽ എന്തുമാത്രം സെല്ല് ചെയ്യാം എന്ന് എനിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു 6 മാസം കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു 10-40 സെയിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അത്രയും നെറ്റ്വർക്ക് ഉണ്ട്, അത്രയും ആൾക്കാരും ഉണ്ട്, അതുപോലെ സംസാരിക്കാനും പറ്റുന്ന ആളാണ് അല്ലേ. ആൾക്കാരെ കൺവിൻസ് ചെയ്യാനൊരു പാടില്ല. ഡു യു റിയലി നീഡ് ഇറ്റ്? നിങ്ങൾക്ക് ഈ പൈസയുടെ ആവശ്യമുണ്ടോ? ഇത് ഞാൻ പണ്ട് കെയർമാരെ റിക്രൂട്ട് ചെയ്യുന്ന കാലത്തും നേഴ്സുമാരുടെ ഇവിടെ ഓപ്പണിംഗ് വന്ന കാലത്ത്, ഫ്രീ ആയിട്ട് ഓപ്പണിംഗ് വന്ന കാലത്തും, കമ്മീഷൻ എടുത്ത ആൾക്കാർ ഇവിടെ സീറ്റ് എടുക്കുന്ന കാലത്തും ഒക്കെ എന്നോട് ചോദിച്ച ചോദ്യം, ഡു യു റിയലി നീഡ് ഇറ്റ്? നോ. ഉത്തരം നോ എന്നാണ്. എനിക്ക് ആ പൈസയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആ പൈസയുടെ ആവശ്യമുണ്ടെന്നത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. പിന്നെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ അൺഫോർച്യുനേറ്റ്ലി നിങ്ങൾ പരാജയപ്പെടാം. നിങ്ങൾ എത്ര രൂപ മുടക്കിയോ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാം. അത് നിങ്ങളുടെ മാത്രം തലവരെയാണ്. എനിക്ക് ആകെ വേണ്ടത് ഇത് ആൾക്കാരെ ഒന്ന് അറിയിക്കുക എന്നുള്ളത് മാത്രമേ. ഇതാണ് ഈ പറയുന്ന സ്കീം അല്ലെങ്കിൽ ഈ ബിസിനസ് മോഡലിൽ നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ. ബാക്കി നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുതരുന്നു. താങ്ക് യു.